ഫ്രഞ്ച് റീറ്റെയിൽ ഭീമന്മാരായ കാരിഫോറിന്റെ ഗതി US ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ സ്റ്റാർബക്സിനും വരുന്നു. ഫലസ്തീനിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കമുള്ള സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന സയനിസ്റ്റ് രാജ്യത്തിന് സഹായം നൽകിയതിന്റെ പേരിൽ കാരിഫോർ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. ഈ വിധിയാണ് വൈകാതെ സ്റ്റാർബക്സിനെയും കാത്തിരിക്കുന്നത്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിപണി വിവരങ്ങൾ നൽകുന്ന സൂചന അതാണ്. 3-4 മാസത്തിനുള്ളിലാണ് ഒമാനിലെയും ജോർദാനിലെയും എല്ലാ കാരിഫോറിന്റെ ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയത്. ഇപ്പോഴിതാ ഇസ്രായേൽ അനുകൂല നിലപാടിന്റെ പേരിലുള്ള ബഹിഷ്കരണം മൂലം തങ്ങൾക്ക് വൻ നഷ്ടം സംഭവിച്ചതായി സ്റ്റാർബക്സിന്റെ CEO ബ്രയാൻ നിക്കോൾ സമ്മതിച്ചിരുന്നു. ലോകവ്യാപകമായി നടന്ന ബഹിഷ്കരണാഹ്വാനങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ CEO പറയുന്നു. സ്റ്റാർബക്സിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മോശമാണെന്നും ബഹിഷ്കരണം നിർഭാഗ്യകരമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ബഹിഷ്കരണം കാരണം വിൽപ്പന കുത്തനെയിടിഞ്ഞു. അറബ്, മുസ്ലിം, ആഫ്രോ രാജ്യങ്ങളിലും ആണ് ക്യാമ്പയിൻ കാരണം കമ്പനിയുടെ വിൽപ്പന കുത്തനെയിടിഞ്ഞത്. ഒരാൾ പോലും കയറാത്ത ബ്രാഞ്ച് പോലും ഉണ്ടായി. തുർക്കി ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിലും കമ്പനി നഷ്ടം നേരിട്ടു. വിൽപ്പന ഇടിഞ്ഞതോടെ ചില ബ്രാഞ്ചുകൾ പൂട്ടേണ്ടി വന്നു. ചിലതിൽ ജീവനക്കാരെ വെട്ടിക്കുറച്ചു. ബഹിഷ്കരണ ക്യാമ്പയിൻ സ്റ്റാർബക്സ് ഓഹരികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ക്യാമ്പയിൻ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ഓഹരികൾ ഓരോ ഷെയറിനും $91.4 കുറഞ്ഞു. ക്യാമ്പയിൻ കാരണം സ്റ്റാർബക്സിന് ഏകദേശം $11 ബില്യൺ മൂല്യമാണ് നഷ്ടപ്പെട്ടത്. ഇത് കമ്പനിയുടെ മൊത്തം വിപണി മൂല്യത്തിന്റെ 10-1 വരും. പ്രധാനമായും കാപ്പി, ചായ, ഭക്ഷണം, മറ്റു പാനീയങ്ങൾ എന്നിവ വിൽക്കുന്ന അമേരിക്കൻ കോഫി ശൃംഖലയായ സ്റ്റാർബക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ശൃംഖലകളിൽ ഒന്നാണ്. ഈ രംഗത്തെ ലോകത്തെ 1-ാം നമ്പർ ബ്രാൻഡുമായും സ്റ്റാർബക്സ് ആണ് അറിയപ്പെടുന്നത്. US-ലെ വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള കോഫി ഹൗസ് റോസ്റ്ററി റിസർവ് ശൃംഖലയാണ് സ്റ്റാർബക്സ് കോർപ്പറേഷൻ. 1971 സ്ഥാപിതമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് US-ൽ മാത്രം 9000-ലധികം ശാഖകളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 86 രാജ്യങ്ങളിലായി സ്റ്റാർബക്സിന് 35,000-ലധികം ബ്രാഞ്ചുകളുമാണുള്ളത്. 4 ലക്ഷത്തിലേറെ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തിവരുന്ന വംശഹത്യക്ക് സഹായം നൽകിയതിനെ തുടർന്ന് BDS മൂവ്മെന്റ് അഥവാ ബോയ്കോട്ട്, ഡൈവെസ്റ്റ്മെന്റ് ആൻഡ് സാങ്ഷൻ മൂവ്മെന്റ് ആണ് സ്റ്റാർബക്സ് അടക്കമുള്ള ഒരു വിഭാഗം പടിഞ്ഞാറൻ കമ്പനികൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ തുടങ്ങിയത്. ഇസ്രായേൽ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന കമ്പനികളെ അന്താരാഷ്ട്ര നിയമം പാലിക്കാൻ നിർബന്ധിക്കുന്ന പ്രസ്ഥാനമാണ് BDS. ഫലസ്തീനിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്നും അതിന് പിന്തുണ നൽകുന്നത് തടയണമെന്നും ഹേഗ് ആസ്ഥാനമായുള്ള രാജ്യാന്തര കോടതി 2024 ജൂലൈയിൽ ഉത്തരവിറക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ അധിനിവേശ സൈന്യത്തിന് നൽകുന്ന ഓരോ സഹായവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BDS ബഹിഷ്കരിക്കേണ്ട കമ്പനികളുടെ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽപ്പെട്ട കമ്പനികളുടെ വിവിധ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ പലസ്തീൻ അനുകൂലികളും അധിനിവേശ വിരുദ്ധ ആക്ടിവിസ്റ്റുകളും പ്രതിഷേധിക്കുന്നത് പതിവ് കാഴ്ചയാണ്. പെപ്സിക്കോ, വോൾട്ട്, ഡിസ്നി, മക്ഡൊണാൾഡ്സ്, KFC, OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ്, അമേരിക്കൻ കമ്പനിയായ HP, ഷെവറോൺ, പിസ്സ ഹട്ട്, കാൾടെക്സ്, ജർമ്മൻ കമ്പനിയായ സീമെൻസ്, പ്യൂമ, ഇൻഷുറൻസ് കമ്പനിയായ AXA, ഇന്റൽ, ഹ്യുണ്ടായി, വോൾവോ, കാറ്റ്, JCB, ബാർക്ലേസ്, ആമസോൺ, Airbnb, എക്സിപീഡിയ, ഡിസ്നി, ബർഗർ കിങ്, പാപ്പ ജോൺസ് തുടങ്ങിയവയാണ് ബഹിഷ്കരണം നേരിടുന്ന BDS-ന്റെ പട്ടികയിലുള്ള മറ്റു കമ്പനികൾ. ബഹിഷ്കരണ ക്യാമ്പയിൻ കാരണം കനത്ത നഷ്ടമുണ്ടായതോടെ കമ്പനി ഇസ്രായേലിനോ സയനിസ്റ്റ് സൈന്യത്തിനോ സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന റിപ്പോർട്ടുകൾ നിഷേധിക്കുകയും അക്രമങ്ങളെ അപലപിക്കുകയും ചെയ്തിരുന്നു. കമ്പനി പൊതുവെ സയനിസ്റ്റ് പക്ഷപാതിത്വം കാണിക്കുന്നുണ്ടെങ്കിലും കമ്പനിയുടെ പേരിലുള്ള തൊഴിലാളി സംഘടനയായ സ്റ്റാർബക്സ് വർക്കേഴ്സ് യുണൈറ്റഡ് പലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു.